നമസ്കാരം. സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയും അവർ ഉന്നത പദവികളിൽ എത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. കാരണം നമ്മുടെ ജനസംഖ്യയിൽ പകുതിയിലേറെയും സ്ത്രീകളാണ്. നിർഭാഗ്യവശാൽ CPIM എന്ന പുരോഗമന പ്രസ്ഥാനത്തിനു പോലും സ്ത്രീകളെ അർഹമായ പദവിയിൽ എത്തിക്കുന്ന കാര്യത്തിൽ മടിയാണ്. 14 ജില്ലാ സെക്രട്ടറിമാരുള്ള CPMൽ ഒരു സ്ത്രീയെങ്കിലും ആ പദവിയിലുണ്ടോ? മന്ത്രിസ്ഥാനം അടക്കമുള്ള പദവികൾ പേരിന് വേണ്ടി കൊടുക്കുന്നു എന്നല്ലാതെ സ്ത്രീകളെ വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല. ഇങ്ങനെ പരിഗണിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് പ്രത്യേകമായ ചില പ്രിവിലേജ് ഉണ്ടാവും. കഴിവിൻ്റെയോ പ്രവർത്തന പരിചയത്തിൻ്റെയോ അടിസ്ഥാനത്തിലായിരിക്കില്ല, ബന്ധുബലത്തിൻ്റെയും മറ്റ് സ്വാധീനങ്ങളുടെയും ബലത്തിലായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ CPMന്റെ നേതൃനിരയിലേക്ക് വന്ന ചില സ്ത്രീകൾ ഇക്കുറി മത്സരിക്കുമ്പോൾ അവരിൽ 2 പേരെ തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഈ സമൂഹം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഈ 2 സ്ത്രീകളും നമ്മുടെ സമൂഹത്തിന് ദുർമാതൃക നൽകുന്നു എന്നതുകൊണ്ട് ഇവരെ തോൽപ്പിക്കേണ്ട ബാധ്യതയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ആറന്മുളയിൽ 3ാം ഊഴത്തിന് ഇറങ്ങുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ കാര്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തന പരിചയം ഉള്ളതുകൊണ്ടല്ല വീണ ജോർജ് ആറന്മുളയിൽ CPM സ്ഥാനാർത്ഥിയായത്. മാധ്യമപ്രവർത്തക എന്ന പരിഗണനയും ഒരു സമുദായ നേതാവിൻ്റെ ഭാര്യ എന്ന സ്വാധീനവുമായിരുന്നു ആ നറുക്കെടുപ്പിന് കാരണം. അതുകൊണ്ട് തന്നെയാണ് 2ാം തവണ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യവകുപ്പ് വീണ ജോർജിന് കൊടുക്കുന്നത്. കേരള ചരിത്രത്തിലെ ഏറ്റവും പരാജയപ്പെട്ട ആരോഗ്യമന്ത്രി എന്ന പട്ടികയിലേക്കാണ് വീണ ജോർജിൻ്റെ പേര് ഇടം പിടിച്ചിരിക്കുന്നത്. KK ശൈലജ ടീച്ചർ കോവിഡിലും നിപ്പയിലുമൊക്കെ കേരളത്തെ ചേർത്ത് പിടിച്ചപ്പോൾ ആ നേട്ടമൊക്കെ നശിപ്പിച്ച് കേരളത്തെ ബഹുദൂരം പിന്നോട്ട് നയിച്ചിരിക്കുകയാണ് വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി. വീണ ജോർജിനെ വകുപ്പ് ഭരിക്കാൻ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ ധാർഷ്ട്യത്തിൻ്റെ തെളിവുകൾ നിരത്താനായിരുന്നു തിരക്ക്. തന്നെ വിമർശിക്കുന്നവരെ നിർദാക്ഷിണ്യം നേരിടുന്ന വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ 10-15 വർഷമാണ് പിന്നോട്ട് നയിച്ചത്. വീണ ജോർജിൻ്റെ കാലത്താണ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഡോക്ടർമാർ വയറ്റിൽ കത്രിക വെച്ചിട്ട് സ്ഥലം വിടുന്ന ശീലം ആരംഭിച്ചത്. ഓപ്പറേഷൻ പകുതിയാക്കി കഴിഞ്ഞാൽ കുത്തിക്കെട്ടാൻ പോലും പിറ്റേ ദിവസം വരേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് രോഗികളെ തള്ളിവിട്ടത്. ഇങ്ങനെ ആരോഗ്യ മേഖലയെ മുച്ചൂടും മുടിപ്പിച്ച വീണ ജോർജ് അതിൻ്റെ പേരിലല്ല തോൽക്കേണ്ടത്. അങ്ങനെ കഴിവിൻ്റെ അടിസ്ഥാനം നോക്കിയാൽ ജയിക്കാൻ പറ്റുന്ന മന്ത്രിമാർ ഈ മന്ത്രിസഭയിൽ കുറവാണ്. വീണ ജോർജിനെ തോൽപ്പിക്കേണ്ടത് പച്ചക്കള്ളം പറഞ്ഞ് 5 വിദ്യാർത്ഥി നേതാക്കളെ 16 ദിവസം ജയിലിൽ അടച്ചതിനാണ്. നമുക്കറിയാം, രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങുന്ന കുട്ടികൾക്ക് വലിയ നേട്ടമൊന്നുമില്ല. അവരുടെ സാമൂഹ്യ ബോധത്തിൻ്റെ ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. അങ്ങനെയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ ജോർജിനെതിരെ പ്രതിഷേധിക്കാൻ യൂത്ത് കോൺഗ്രസും KSUവും തീരുമാനിക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്ത KSU ജില്ലാ പ്രസിഡന്റ് അതുലിൻ്റെ നേതൃത്വത്തിൽ 5 കുട്ടികൾക്കെതിരെ കള്ളക്കേസെടുത്ത് പോലീസ് ജയിലിലടച്ചു. കള്ളക്കേസെടുക്കാൻ കാരണം വീണ ജോർജ് കള്ളം പറഞ്ഞതാണ്. വീണ ജോർജിനെ മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് കൊല്ലടി അവളെ എന്ന് പറഞ്ഞ് ആക്രമിച്ചെന്നും കഴുത്തിനും കൈക്കുമൊക്കെ ആയുധം ഉപയോഗിച്ച് വെട്ടിയെന്നുമാണ് ഈ മന്ത്രി പോലീസിന് മൊഴി കൊടുത്തത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ 5 വിദ്യാർത്ഥി നേതാക്കളെ കോടതി റിമാൻഡ് ചെയ്തു. 16 ദിവസമാണ് അവർ ജയിൽവാസം അനുഭവിച്ചത്. ഒടുവിൽ കേസ് അന്വേഷിച്ച പോലീസ് തെളിവുകൾക്ക് വേണ്ടി നെട്ടോട്ടമോടിയെങ്കിലും ഈ കുട്ടികളെ നാട് നീളെ തെളിവെടുപ്പിൻ്റെ പേരിൽ പ്രദർശന വസ്തുവാക്കിയെങ്കിലും പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞു. റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്ന 55 CCTV ദൃശ്യങ്ങളും പകർത്തിയിട്ടും ഒരു കുട്ടിയുടെ കയ്യിലും കരിങ്കൊടിയല്ലാതെ ഒന്നും കണ്ടെത്തിയില്ല. ഒരാളും വീണ ജോർജിനെ ആക്രമിക്കുന്നത് പോയിട്ട് പരിസരത്ത് പോയി അവരുടെ ശരീരത്തിൽ പോലും സ്പർശിച്ചില്ല എന്ന് തെളിഞ്ഞു. അവരുടെ കയ്യിൽ ആയുധമില്ലെന്ന് ഈ സംഭവത്തിന് സാക്ഷികളായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരായ പോലീസുകാർ മൊഴി കൊടുത്തു. വീണ ജോർജിന് കീഴിലുള്ള സർക്കാർ ആശുപത്രിയിൽ പരിശോധന നടത്തിയിട്ടും ആയുധം കൊണ്ടുള്ള മുറിവൊന്നും ഉണ്ടായില്ല എന്ന് ഡോക്ടർമാർ കുറിപ്പെഴുതി. കഴുത്തിനും കൈക്കുമൊക്കെ പരിക്കുണ്ട്, വേദന കൊണ്ട് തലപൊക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നെന്നും ആയുധമേ ഉണ്ടായിരുന്നില്ലെന്നും വീണ ജോർജിനെ ആരും തൊട്ടിട്ട് പോലുമില്ല എന്നും വ്യക്തമായിരിക്കുന്നു. തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. പൊതുപ്രവർത്തക എന്ന നിലയിൽ വിമർശനത്തിനും പ്രതിഷേധത്തിനും ഇരയാകുമ്പോൾ പച്ചക്കള്ളം പറഞ്ഞ് നിരപരാധികളായ 5 വിദ്യാർത്ഥികളെ ജയിലിലടയ്ക്കാനുള്ള ഉളുപ്പില്ലായ്മ, നാണമില്ലായ്മ, അതിന് മറുപടി ഉണ്ടാവണം. വീണ പറഞ്ഞ പച്ചക്കള്ളത്തിൻ്റെ പേരിൽ കേരളത്തിൽ എത്രയോ അക്രമങ്ങൾ അരങ്ങേറി. അങ്ങോളം ഇങ്ങോളം കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു. പല സ്ഥാപനങ്ങളും CPM പ്രവർത്തകർ നശിപ്പിച്ചു കളഞ്ഞു. ഇതൊക്കെ സംഭവിച്ചത് വീണയുടെ പച്ചക്കള്ളത്തിൻ്റെ അടിത്തറയിലായിരുന്നു.
ഇങ്ങനെ നുണ പറയുന്ന ഒരാൾ ഇനി ജനപ്രതിനിധിയാകണമോ എന്ന് ദയവായി ആറന്മുളയിലെ മനുഷ്യർ ചിന്തിക്കുക. പച്ചക്കള്ളം പറഞ്ഞ് നാട്ടിൽ കലാപമുണ്ടാക്കിയ നിരപരാധികളായ വിദ്യാർത്ഥി നേതാക്കളെ ജയിലിലടച്ച വീണ ജോർജ് ജയിച്ചാൽ ആറന്മുളയിലുള്ള സാധാരണ മനുഷ്യരുടെ അവസ്ഥ എന്താവും? നാളെ വീണയ്ക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളും ജയിലിൽ അടയ്ക്കപ്പെടും. അതുകൊണ്ട് വീണ ജോർജിനെ തോൽപ്പിക്കേണ്ട ബാധ്യത ദയവായി ആറന്മുളക്കാർ ഏറ്റെടുക്കുക. ഇത് തന്നെയാണ് തളിപ്പറമ്പിൽ മത്സരിക്കുന്ന PK ശ്യാമളയുടെ കാര്യത്തിലും പറയാനുള്ളത്. അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും പ്രതീകമാണ് PK ശ്യാമള. ആ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ അടിമകളായ സഖാക്കൾ അങ്ങ് മറന്നേക്കും എന്ന് കരുതിയാണ് ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്നത്. CPMന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് തളിപ്പറമ്പ്. ഏത് കുറ്റിച്ചൂലിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയാലും പാർട്ടിക്കാർ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. എന്നാൽ ഒരു കാര്യം മറക്കരുത്, ജെയിംസ് മാത്യു 40,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്നിടത്താണ് MV ഗോവിന്ദൻ എന്ന പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് അതിൻ്റെ പകുതി ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ ജയിച്ചത്. MV ഗോവിന്ദനോട് പോലും ജെയിംസ് മാത്യുവിനോടുള്ള ഇഷ്ടം സഖാക്കൾക്കില്ലായിരുന്നെങ്കിൽ PK ശ്യാമളയോടുള്ള അവസ്ഥ എന്താവും? കൂത്തുപറമ്പിലും മട്ടന്നൂരിലും തലശ്ശേരിയിലുമൊക്കെ പാർട്ടിക്ക് ഇഷ്ടമുള്ളവരെ നിയോഗിക്കും, പാർട്ടി പ്രവർത്തകർ വോട്ട് ചെയ്യും എന്ന അഹങ്കാരത്തിനെതിരെ ദയവായി സഖാക്കളെ നിങ്ങൾ വോട്ട് ചെയ്യണം. എന്തിനാണ് പാർട്ടിക്ക് അത്രയധികം നേതാക്കൾ അവിടെ ഉണ്ടായിട്ടും PK ശ്യാമളയെ പോലെ പാർട്ടിയിൽ സീനിയോറിറ്റി ഇല്ലാത്ത, തിന്മകളുടെ പേരിൽ, കൊലപാതകത്തിൻ്റെ പേരിൽ, മരണത്തിൻ്റെ പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയത്? ആന്തൂരിലെ സാജൻ ആരായിരുന്നോ? സാജൻ ഒരു സഖാവായിരുന്നു. സാജൻ വിദേശത്ത് പോയി പണിയെടുത്ത് 15 കോടി മുടക്കിയാണ് ഒരു കൺവെൻഷൻ സെൻറ്റർ നടത്തിയത്. പാർട്ടി ഗ്രാമത്തിൽ ഒരു കൺവെൻഷൻ സെൻറ്റർ നടത്തണമെങ്കിൽ ഒരു സഖാവിന് മാത്രമേ അതിന് ധൈര്യമുണ്ടാവൂ. പാർട്ടി സഹായിക്കും, താൻ പാർട്ടിയെ സഹായിക്കുന്നുണ്ടല്ലോ എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു അത് ചെയ്തത്. എന്നാൽ നഗരസഭാധ്യക്ഷയായിരുന്ന PK ശ്യാമളയ്ക്ക് വ്യക്തിപരമായി അനിഷ്ടമുണ്ടായിരുന്നതിനാൽ ശ്യാമള ബോധപൂർവം അനുമതി നിഷേധിച്ചു. നഗരസഭയുടെ വീഴ്ചയായിരുന്നില്ല, ശ്യാമളയുടെ വീഴ്ചയായിരുന്നു. ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം തനിക്ക് കൺവെൻഷൻ സെൻറ്റർ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി ലഭിക്കില്ല എന്ന് വെട്ടിത്തുറന്നു പറഞ്ഞത് ശ്യാമള. അതിന് ദൃക്സാക്ഷികളാണ് അവിടെയുള്ള സകലരും. അങ്ങനെ നിവൃത്തികെട്ട് ആ മനുഷ്യൻ സ്വയം ജീവൻ എടുക്കുന്നു. അധ്വാനിച്ചുണ്ടാക്കിയ 15 കോടി രൂപ വെള്ളത്തിൽ പോയപ്പോൾ ഒരു നിവൃത്തിയുമില്ലാതെ മരണം തേടുകയായിരുന്നു സാജൻ. സാജനെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ ഉത്തരവാദിത്വം ശ്യാമളയ്ക്ക് മാത്രമാണ്. സാജൻ്റെ ഭാര്യ പരാതിപ്പെട്ടപ്പോൾ അവളുടെ ടെലിഫോൺ കോൾ എടുത്ത് അവൾ പാതിരാത്രിയിൽ പുരുഷന്മാരെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ടുണ്ടാക്കി പത്രത്തിൽ കൊടുത്ത് നാറ്റിക്കാൻ തുനിഞ്ഞവരാണ് ഈ പാർട്ടിക്കാരെന്ന് ഓർക്കണം. ദേശാഭിമാനിയുടെ 1-ാം പേജിൽ സാജൻ്റെ ഭാര്യയെക്കുറിച്ച് അവിഹിത കഥയുണ്ടാക്കിയ വൃത്തികേട് ഈ പാർട്ടി കാണിച്ചത് ശ്യാമളയ്ക്ക് വേണ്ടിയാണ്. ആ ശ്യാമള അവിടെ മത്സരിക്കുമ്പോൾ ആത്മാഭിമാനം ലവലേശമുള്ള കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് വോട്ട് ചെയ്യരുത്. ഏത് കുറ്റിച്ചീലിനെ കൊണ്ട് നിർത്തിയാലും, ഏത് ക്രിമിനലിനെ കൊണ്ട് നിർത്തിയാലും പാർട്ടിക്കാർ വോട്ട് ചെയ്യും എന്ന അമിതമായ ആത്മവിശ്വാസത്തിന് മറുപടി കൊടുക്കാൻ തളിപ്പറമ്പുകാർക്ക് കഴിയണം. കേരളം ഈ തെരഞ്ഞെടുപ്പിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന 2 തോൽവികൾ വീണ ജോർജിൻ്റെയും PK ശ്യാമളയുടേതുമാണ്. ആ തോൽവി അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത് ഈ 2 നാട്ടിലെയും മനുഷ്യർ അവരുടെ കടമ നിറവേറ്റും എന്ന് വിശ്വസിക്കാം.